ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ ഹൗസ് വാമിൻ്റെ ഫംഗ്ഷൻ്റെ വീഡിയോ. അത് യൂട്യൂബ് ടേംസ് ആൻഡ് കണ്ടീഷൻ്റെ എന്തോ പ്രോബ്ലംസ് ഒന്നും കൊണ്ട് ഡിലീറ്റ് ആയിപ്പോയി. അത് ഞാൻ അതിൻ്റെ മിസ്റ്റേക്കൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടി അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതിൽ ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ വീടിൻ്റെ ഹോം ടൂർ ഞാൻ ചെയ്യാമെന്ന്. അപ്പോൾ ആ ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ വീടിനെ മൊത്തത്തിൽ എനിക്ക് കഴിയുന്ന പോലെ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഒരു ഏകദേശമൊക്കെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ശരിക്കുള്ളൊരു ഹോം ടൂർ വീഡിയോസൊക്കെ നിങ്ങൾ എന്താ പറയുക എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ കണ്ടിട്ടുണ്ടാവും. അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും എന്താ പറയുക എന്നെക്കൊണ്ട് മാക്സിമം കഴിയുന്ന വിധത്തിൽ തന്നെ എല്ലാം ഉൾപ്പെടുത്തിയും കൊണ്ട് ഞാനൊരു വീഡിയോ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് കൂട്ടുകാർ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഹോം ടൂർ വീഡിയോ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് വാട്സപ്പിലൂടെയും അല്ലാതെയൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് നേരിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും മാക്സിമം മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെയാണ് വരുന്നത്. നമ്മുടെ അപ്സ്റ്റെയർ വീടാണ് കേട്ടോ. എന്താ പറയുക അണ്ടർഗ്രൗണ്ട് മോഡലിലുള്ള അപ്സ്റ്റെയർ വീടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അപ്സ്റ്റെയർക്കാണ് നമ്മളെ എൻട്രൻസ് വരുന്നത്. കയറി വരുന്നത് നമ്മൾ സിറ്റ് ഔട്ടും കാര്യങ്ങളും നമ്മൾ എന്താ പറയുക മുഴുവനായിട്ട് പെരുമാറ്റം വരുന്നത് മുകൾ നിലയിലേക്കാണ്. താഴെ നില നമ്മളങ്ങനെ കൂടുതലായിട്ട് ഉപയോഗിക്കലില്ല. സാധാരണ നമ്മൾ താഴെ നിലയിലാണല്ലോ നമ്മുടെ എന്താ പറയുക വീട് വരുന്നത്. നമ്മൾ ഈ വീട് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മുകൾ നിലയിലേക്കാണ് നമ്മൾ കയറി വരിക കേട്ടോ. ഒരു അപ്സ്റ്റെയർ മോഡൽ അണ്ടർഗ്രൗണ്ട് മോഡൽ ആയിട്ടാണ് ഈ വീട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെയാണ് ഫ്രണ്ട് ഏരിയ വരുന്നത്. മുന്നിലൊരു ഗേറ്റ് ഉണ്ട്, 4 ഭാഗം മതിലും കെട്ടിയിട്ടുണ്ട്. അത് സ്ലൈഡിങ് ആയിട്ടുള്ള ഗേറ്റാണ്. അപ്പോൾ സിറ്റ് ഔട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഒരു വൈറ്റും ഗ്രേ കളറ് കോമ്പിനേഷനിലാണ് പെയിൻറ് ചെയ്തിട്ടുള്ളത്. നിലം ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. അതും ഇപ്പോൾ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റിൽ ഇൻ്റർലോക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ളത്. അതേപോലെ മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഫുള്ള് ഭാഗം മുറ്റത്തിൻ്റെ 4 ഭാഗം ഫുള്ളായിട്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ആദ്യം ഇത്രയൊന്നും മുറ്റം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ 4 ഭാഗം സൈഡിൽ താഴെ നിന്ന് കെട്ടി പൊക്കി എടുത്തിട്ടാണ് നമുക്ക് ഇത്രയും മുറ്റമായിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റിൽ നമ്മളെ വീട് ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് ഇത്രയൊന്നും മുറ്റം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫുള്ള് ഉള്ള ഏരിയ മുഴുവനായിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. 4 ഭാഗം മതിലും കെട്ടിയിട്ടുണ്ട്. അപ്പോൾ മുറ്റത്തിൻ്റെ ഒരു സൈഡാണ് ഈ കാണുന്നത്. ഒരു സൈഡിൽ വണ്ടി നിർത്തിയിട്ടിട്ടുണ്ട്, കണ്ടില്ലേ. താഴെയാണ് നമുക്ക് ഞാൻ പറഞ്ഞില്ല അപ്സ്റ്റെയർ ആയിട്ടാണ് അടിയിൽ കാണുന്ന വീടാണത്. മുകൾ നിലയാണ് ഇത്. മുകൾ നിലയിലാണ് നമ്മുടെ ഫുള്ള് മെയിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുന്നത്. താഴെ നമ്മുടെ വീടിൻ്റെ താഴെയായിട്ട് നമുക്ക് കിണറും ഉണ്ട്. കിണർ വെള്ളമാണ് കേട്ടോ. വെള്ളം വറ്റാത്ത കിണറാണ്. എപ്പോഴും നല്ല വെള്ളം ഉണ്ടാവും കിണറ്റിൽ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇത് പഴയ ഒരു ടേബിൾ, നമ്മുടെ ഹൗസ് വാമിൻ്റെ മുമ്പുള്ള ഒരു ടേബിളാണ് നമ്മളെ വീട്ടിൽ ആദ്യം ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ പുതിയ ടേബിൾ വാങ്ങിയപ്പോൾ പഴയ ടേബിൾ പുറത്തിട്ടതാണ്. അപ്പോൾ മുറ്റത്തിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഒരു സൈഡ് ഇങ്ങനെയാണ് വരുന്നത്, അപ്പുറത്തെ സൈഡും ഇങ്ങനെയാണ്. ഇത് നമ്മളെ അടുക്കളയ്ക്കുള്ള വഴിയാണ് കേട്ടോ. ഇതെല്ലാം നമ്മൾ രണ്ടാമത് ഇപ്പോൾ പുതിയതായിട്ട് എടുത്തിട്ടുള്ളതാണ്, നീട്ടിയെടുത്തിട്ടുള്ള ഏരിയയാണ്. ഫസ്റ്റിൽ ഈ ഭാഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ നമ്മൾ ഇപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. പുറത്ത് അടുക്കളൻ്റെ ഭാഗത്ത് ഇതേപോലെ എന്താ പറയുക വാഷിംഗ് മെഷീൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയും പ്ലഗും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്ത് ഒരു എന്താ പറയുക നമ്മൾ കയ്യും കാലൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ, ഒരു പൈപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് തന്നെയാണ് വാഷിംഗ് മെഷീനിൽ വേസ്റ്റ് വെള്ളവും പോകുന്നത്. നമ്മൾ ഗ്യാസൊക്കെ പുറത്തുനിന്ന് അടുക്കളൻ്റെ ഭാഗത്തുനിന്ന് പുറത്തേക്ക് ഹോളിട്ടിട്ട് ആണ് വെച്ചിട്ടുള്ളത്. ഗ്യാസിൻ്റെ കുറ്റി നമ്മൾ പുറത്താണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു സൈഡിൽ മുകളിലേക്ക് കയറിപ്പോകാനൊരു സ്റ്റെയറും അതേപോലെ താഴേക്ക് ഇറങ്ങിപ്പോകാനൊരു സ്റ്റെയറും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇരുമ്പിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സ്റ്റെയറാണ്. മുകളിലേക്ക് നമ്മൾ ടെറസിൻ്റെ മുകളിലേക്ക് പോകാനും അതേപോലെ താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടും ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. അടുക്കളയിൽ നിന്ന് ഇറങ്ങി വരുന്നതിൻ്റെ സൈഡിൽ മെഷീനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് ഏരിയ വരുന്നത്. ഫസ്റ്റിൽ സിറ്റ് ഔട്ട്, ഒരു ചെറിയ ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഗേറ്റ് തുറന്ന് വരുന്ന ഇതിൽ അത്യാവശ്യം സ്പേസുള്ള ഒരു സിറ്റ് ഔട്ടാണ് കേട്ടോ.
നമ്മൾ ആദ്യം വേറെ ഒരു ടൈലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്, ഒരു ബ്ലാക്ക് ടൈൽ. അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ അത് പുതിയതായിട്ട് ഇട്ടിട്ടുള്ളതാണ് വൈറ്റിൽ ഒരു എന്താ പറയുക ഗ്രേ കളറ് ഡിസൈൻ വരുന്ന മോഡലിൽ മാർബോണൈറ്റാണ് ഇട്ടിട്ടുള്ളത്. അതിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഒരു സൈഡിൽ ഇതേപോലെ ഒരു സിറ്റ് ഔട്ട് ചെയർ ഇട്ടിട്ടുണ്ട്, പിന്നെ 2 ചെറിയ ചെയറും കൂടി ഇട്ടിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ തിട്ട് ഇതേപോലെ നമ്മൾ ഒരുപാട് അത്യാവശ്യം നല്ല വീതിയിലാണ് ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് സ്പേസ് സിറ്റ് ഔട്ടിൽ കുറവായതുകൊണ്ട് നമ്മൾ 4 ഭാഗത്തെ എന്താ പറയുക സിറ്റ് ഔട്ടിലെ തിണ്ട് കുറച്ച് നല്ല വീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മെയിൻ ഡോർ ഇങ്ങനെയാണ് വരുന്നത്. ഇതിന് എന്താ പറയുക ഒരു കോഫി ബ്രൗൺ കളറിലുള്ള ഒരു പെയിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ മാഷാ അല്ലാഹ് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഡോർ ഇങ്ങനെ തുറന്ന് വരുമ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഹോളാണ് കാണുന്നത്. ഹോളും നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഹോളിൽ ഇതേപോലെ നമ്മളൊരു സോഫ സെറ്റ് ഇട്ടിട്ടുണ്ട്. ഒരു എന്താ പറയുക ഒരു ഡാർക്ക് ബ്ലൂ ഒരു പീകോക്ക് ബ്ലൂ കളറ് സോഫയാണ്. അതിൽ ഗോൾഡൻ കളറിൽ ഒരു വർക്കും ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. കോർണർ സോഫയാണ്. ഇത് നമ്മൾ പറഞ്ഞ് ചെയ്യിച്ചതാണ് കേട്ടോ. മോഡൽ കാണിച്ചു കൊടുത്തിട്ട് നമ്മുടെ അളവിൽ പറഞ്ഞ് ചെയ്യിച്ചെടുത്തതാണ്. സോഫ എനിക്ക് എന്താ പറയുക ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു കാണാനും നല്ലൊരു ലുക്ക് ഉണ്ട്. മുകളിൽ ഇതേപോലെ ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക സീലിംഗ് ചെയ്ത് ജിപ്സം ചെയ്തിട്ടുണ്ട്. സോഫ നമ്മൾ കോർണർ സോഫയായിട്ട് നമ്മൾ അളവെടുത്ത് കറക്റ്റ് അളവിൽ ചെയ്യിച്ചെടുത്തതാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് TV യൂണിറ്റാണ്. അതും നമ്മൾ ഈ ചുമര് ഫുള്ള് പാനൽ ചെയ്തിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. TV വെച്ചിട്ടില്ല കേട്ടോ. TV എന്താ പറയുക കറക്റ്റ് ഒരു പുതിയ TV വാങ്ങിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് TV അവിടെ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ചുമര് ഫുള്ള് പാനൽ ചെയ്തിട്ട് എന്താ പറയുക തേക്കിൻ്റെ കളറിലുള്ള പാനൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അടിയിൽ ഇതേപോലെ 3 സ്റ്റോറേജ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ നടുകത്തത് ഡോറ് ഗ്ലാസ് ആയിട്ടാണ് വരുന്നത്. സൈഡിൽ ഇങ്ങനെ ഓരോ ഷെൽഫ് വരുന്നുണ്ട്. അവിടെയൊക്കെ ഓരോ ഫ്ലവറും വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ പഴയ ഫോട്ടോ ആണ് കേട്ടോ. പഴയത് വെച്ചാൽ ചോച്ചുവിന് 2 വയസ്സുള്ള സമയത്ത് എടുത്ത ഫോട്ടോ ആണ്. മുകളിൽ ഇതേപോലെ വലിയൊരു തട്ട് വെച്ചിട്ടുണ്ട്. ഈ തട്ടിൽ ഫുള്ള് മുഴുവനായിട്ടും മോനുവിന് കിട്ടിയിട്ടുള്ള ട്രോഫിയാണ്. അവന് നല്ലൊരു ഫുട്ബോൾ പ്ലെയറാണ് കേട്ടോ. എന്താ പറയുക നല്ലൊരു കളിക്കാരനാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിട്ട് 3rd പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെയാണ് ആ വലിയ ട്രോഫീസൊക്കെ ഇരിക്കുന്നത്. അവൻ്റെ ട്രോഫികൾ മാത്രം വെക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെ എന്താ സെപ്പറേറ്റ് ആയിട്ട് സ്പെഷ്യലായിട്ട് പറഞ്ഞ് ചെയ്യിച്ചതാണ്. അവിടെ അങ്ങനെ ഒരു തട്ട് അതും അവൻ്റെ വെക്കാൻ വേണ്ടിയിട്ട് മാത്രം. അങ്ങനെ ആ ചുമരിൻ്റെ സൈഡിലായിട്ട് 2 ബെഡ്റൂം വരുന്നുണ്ട്. മെയിൻ ഡോറിൻ്റെ നേരെ മുന്നിലായിട്ടാണ് നമ്മളെ വാഷിംഗ് ഏരിയ വരുന്നത്. അതിൻ്റെ ചുമരും ഫുള്ളായിട്ട് പാനൽ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ബാത്റൂമും ഉണ്ട്. മൊത്തത്തിൽ ആ ചുമര് പാനൽ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ വാഷ് ബേസ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. റൗണ്ടിലുള്ള ഗ്ലാസ്സാണ് വെച്ചിട്ടുള്ളത്. ഒരു ഓവൽ ഷേപ്പിലുള്ള എന്താ പറയുക വാഷ് ബേസും വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള വാഷ് ബേസാണ്. സൈഡിലൊരു ഹാൻഡ് വാഷ് വെച്ചിട്ടുണ്ട്. താഴെ 2 ഷെൽഫുള്ള ഒരു സ്റ്റോറേജും ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ എന്താ പറയുക കർച്ചീഫും വെച്ചിട്ടുണ്ട്. വാഷ് ബേസിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മുടെ മണി പ്ലാന്റിൻ്റെ ഒരു പോട്ടും വെച്ചിട്ടുണ്ട്. ഇതൊരു ബാത്റൂമാണ് കേട്ടോ. അത് പാനൽ ചെയ്തിട്ട് ഹൈഡ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഡോറ് പാനൽ ചെയ്ത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ അടച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ എങ്ങനെ ഡോർ ഉണ്ടെന്ന് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബാത്റൂം. ഹാളിലുള്ള ബാത്റൂമാണ്. വൈറ്റും ഒരു എന്താ പറയുക ലൈറ്റ് ഗ്രീൻ കളറും മാറ്റായിട്ടുള്ള ടൈലിട്ടിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. പിന്നെ ബാത്റൂമിൻ്റെ നേരെ അടുത്തായിട്ട് ഒരു ഫസ്റ്റിലെ ബെഡ്റൂം വരുന്നുണ്ട്. ഇത് മോനുവിൻ്റെ ബെഡ്റൂമാണ് കേട്ടോ. ഇതിൽ ഒരു ബെഡും ഉണ്ട്, ഷെൽഫും ചെയ്തിട്ടുണ്ട്. ഈ ചുമര് ഫുള്ള് ഷെൽഫായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വൈറ്റിലും വുഡിലും വരുന്ന കോമ്പിനേഷനിലാണ് ഈ ഷെൽഫ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് എന്താ പറയുക വർക്കൊന്നും വരുന്നില്ല. നമ്മളൊരു ക്ലാസി ലുക്കിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇൻറ്റീരിയലിനും ടൈലിനും ഒക്കെ മാച്ച് ചെയ്തിട്ടുള്ള കളറ് നോക്കി സെലക്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ റൂമിൻ്റെ ഉള്ളും ജിപ്സം ചെയ്തിട്ടുണ്ട് കേട്ടോ. ജിപ്സം ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലും ഒരു ചെറിയ ഇത് ഞങ്ങൾ ഫസ്റ്റ് റൂമിൽ നിന്ന് ഒരു ബാത്റൂം നമ്മളിപ്പോൾ പുറത്ത് ഹാളിലൊരു ബാത്റൂം ഉണ്ടല്ലോ, അത് റൂമിൽ നിന്ന് ഒരു ഡോറുണ്ടായിരുന്നു. അത് ഒഴിവാക്കിയിട്ട് അവിടെ ഒരു ഷെൽഫ് കബോർഡ് കൊടുത്തതാണ് അത്.
അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നേരെ തൊട്ടായിട്ട് അടുത്ത ബെഡ്റൂം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇതിലാണ് എൻ്റെ ഉമ്മയും ഇപ്പയും കിടക്കൽ കേട്ടോ. അത് ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും റൂമാണ്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇതും ജിപ്സം ചെയ്തിട്ടുണ്ട്. 4 ഷോ ലൈറ്റൊക്കെ കൊടുത്തിട്ട് ജിപ്സം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും റൂം. കർട്ടന് ഇട്ടിട്ടില്ല കേട്ടോ. കർട്ടന് എന്താ പറയുക, ഓണത്തിൻ്റെ തിരക്കൊക്കെ ആയിട്ട് കിട്ടിയിട്ടില്ല. വൈകിട്ട് നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ടുള്ള കർട്ടന് ഫിറ്റ് ചെയ്യാൻ വേണ്ടി വരുള്ളൂ എന്നാണ് പറഞ്ഞത്. അതും കൂടി വെച്ചിട്ട് വീഡിയോ എടുക്കണം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇത് കിട്ടാൻ ലേറ്റായി പോവാണ്. ഇവിടെ ഇതേപോലെ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു ചെറിയ ടേബിൾ പോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഷെൽഫ് വരുന്ന ഒരു ചെറിയ ടേബിൾ വെച്ചിട്ടുണ്ട്. ഇവിടെയും സെയിം മോഡലിലുള്ള ഷെൽഫാണ് ചെയ്തിട്ടുള്ളത്. വൈറ്റിലും വുഡിലും കോമ്പിനേഷനിൽ വരുന്ന സെയിം മോഡലിലുള്ള ഷെൽഫാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. 2 റൂമിലും ഒരേ മോഡലിലാണ് ഷെൽഫ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഈ റൂം വരുന്നത്. ഉമ്മാൻ്റെയും അപ്പാൻ്റെയും റൂം ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്നത് നമ്മുടെ വാഷ് ഏരിയങ്ങിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു ഡോറ് വരുന്നുണ്ട്. ഈ ഡോറ് നേരെ വരുന്നത് നമ്മളെ ഡൈനിങ് ഏരിയയിലേക്കാണ് കേട്ടോ. വാഷ് ബേസിൻ്റെ അടുത്തായിട്ട് ഒരു ഡോറ് വരുന്നുണ്ട്. ഇത് തുറന്ന് നേരെ വരുന്നത് നമ്മളെ ഡൈനിങ് ഏരിയ ആണ്. ഇത് നമ്മളെ പഴയ അടുക്കളയാണ് കേട്ടോ. നമ്മുടെ പഴയ വീട് കണ്ടിട്ടുള്ളവർക്കറിയാം, ഇത് നമ്മളെ പഴയ അടുക്കളയാണ്. ഇതിലെ അടുപ്പും തിട്ടും ഫുള്ള് തട്ടിയിട്ടാണ് നമ്മളിത് ഡൈനിങ് ഏരിയ ആക്കി മാറ്റിയിട്ടുള്ളത്. ഇവിടെ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട്. ഇത് പുതിയ ടേബിളാണ് കേട്ടോ. മാർബോണൈറ്റിൽ ഇപ്പോഴത്തെ മോഡലിൽ വൈറ്റിൽ ഡിസൈൻ വരുന്ന മോഡലിലുള്ള ടേബിളാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 6 ചെയറും ഇട്ടിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ ഗ്രില്ലും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ആദ്യത്തെ അടുക്കളയിലുള്ള ഗ്രില്ലാണ്. നമ്മൾ അടുക്കളയ്ക്ക് ഒരു ലൈറ്റൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഒരു ചെറിയ ഗ്രില്ലാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എടുത്തിട്ടില്ല, അത് അവർ തന്നെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് 2 ഷെൽഫുണ്ട്. 2 ചുമരിലായിട്ട് 2 ഷെൽഫും ഉണ്ട്. മുകളിൽ വൈഫൈയും ഉണ്ട്. ഇതിനെല്ലാം ഗ്ലാസിൻ്റെ ഡോറാണ് വെച്ചിട്ടുള്ളത്. ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സിൽ ചെറിയ വർക്ക് വരുന്ന ഫ്ലവറൊക്കെ വരുന്ന രീതിയിൽ സിമ്പിളായിട്ട്, എന്നാൽ അത്ര ഓവറായിട്ടും അല്ല, അങ്ങനെ ഒരു വർക്ക് വരുന്ന ഗ്ലാസ്സാണ് ഇട്ടിട്ടുള്ളത്. ഇതിൻ്റെ ഒരു സൈഡിൽ 2 പുളി ജനൽ വരുന്നുണ്ട്. അതിന് ഡോറൊന്നും വെച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ എന്താ പറയുക, ഇതിലേക്ക് കുറച്ച് ലൈറ്റൊക്കെ കിട്ടാൻ വേണ്ടി കണ്ട് അത് അങ്ങനെ നിർത്തിയിട്ടുള്ളതാണ്. അതിന് ഡോറൊന്നും വെച്ചിട്ടില്ല. അതിൻ്റെ സൈഡിൽ കൂടെ ആണ് നമ്മുടെ മെയിൻ ഏരിയ ആയിട്ടുള്ള കിച്ചണിലേക്ക് ഉള്ള എൻട്രി വരുന്നത്. ഇത് നമ്മൾ ഫുള്ള് പുതുതായിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇത് ഫുള്ള് പുതിയതായിട്ട് പണിതെടുത്തിട്ടുള്ള കിച്ചണാണ്. അപ്പം നമ്മുടെ ആദ്യത്തെ കിച്ചണ് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്പേസ് കുറവായിരുന്നു, ചെറിയ കിച്ചണായിരുന്നു. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോഴോ 2 പേര് അധികം ഉണ്ടെങ്കിലോ നമുക്ക് പെരുമാറാൻ വേണ്ടിയിട്ട് സ്ഥലമില്ലാത്തതും കൊണ്ട് നമ്മൾ എന്താ പറയുക, പുതിയതായിട്ട് എടുത്തിട്ടുള്ള കിച്ചണാണ്. ഇതിൽ നിന്ന് അടിയിലേക്ക് സ്റ്റെയർ പോകുന്നുണ്ട്. ഈ സ്റ്റെയറിൻ്റെ സൈഡിലായിട്ട് ഇത് ഫ്രിഡ്ജ് വെക്കാൻ വേണ്ടി കണ്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മൾ കുറച്ചിങ്ങോട്ട് വാർത്തെടുത്തിട്ട് ഫ്രിഡ്ജ് വെക്കാൻ വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. ഈ സൈഡിലാണ് ഫ്രിഡ്ജ് വെച്ചിട്ടുള്ളത്. ഫ്രിഡ്ജിൻ്റെ അടുത്തായിട്ട് ഇതെല്ലാം നമ്മൾ ഫാബ്രിക്കേഷൻ വർക്കിൽ ചെയ്തെടുത്തതാണ് കേട്ടോ. നമ്മുടെ അടുക്കള സെറ്റ് ചെയ്തപ്പോൾ പണിത സമയത്ത് ഇതൊന്നും നമ്മൾ വാർത്തെടുത്തിട്ടില്ല. ഇതെല്ലാം ഫാബ്രിക്കേഷൻ വർക്കിൽ നമ്മൾ ഐഡിയക്ക് അനുസരിച്ച് ചെയ്തെടുത്താണ്. മുകളിൽ ഫുള്ള് എന്താ പറയുക, ഡോറ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ ഇതേപോലെ ചെറിയ ഒരു ഷെൽഫ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിച്ചെടുത്തതാണ്. ഇതൊക്കെ ഒഴിഞ്ഞ് കിടക്കുന്ന ഏരിയ ആയിരുന്നു. നമ്മൾ ഐഡിയക്ക് അനുസരിച്ച് ഉണ്ടാക്കിയെടുത്താണ്. ഇവിടെ എല്ലാം ഡെയിലി യൂസിൽ എടുക്കുന്ന പാത്രങ്ങളും അതേപോലെ നമ്മളെ മിക്സിയുടെ ജാറ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെച്ചതാണ്. അതിൻ്റെ അടുത്ത് 2 സ്വിച്ച് ബോർഡ് ഉണ്ട്. അതിലൊന്നിലെ മിക്സിയിലും ഒന്നിലെ നമ്മൾ കെറ്റിലും ആണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ നമ്മൾ അടുക്കളൻ്റെ സൈഡിൽ ഈ ചുമരിൽ ഫുള്ള് നമ്മൾ ഗ്ലാസ് ആയിട്ടുള്ള സ്ലൈഡായിട്ടുള്ള വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. ഗ്ലാസ്സിൽ സ്ലൈഡിങ് വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുക്കളയ്ക്ക് ലൈറ്റ് ഇടേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് എന്താ പറയുക, ഫുള്ള് ലൈറ്റായിരിക്കും. ഫുള്ള് ലൈറ്റും കാറ്റും ഒക്കെ വരും. നല്ലൊരു യൂസ്ഫുള്ളായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. ഇതേപോലെ നമുക്ക് സ്ലൈഡ് ചെയ്യാൻ ഡോറ് രാത്രി നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് ലോക്ക് ചെയ്തോടുകയും ചെയ്യാം. 2 ഡോറ് ഇതേപോലെ നമുക്ക് സ്ലൈഡ് ചെയ്തെടുക്കാൻ പറ്റും. നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരിതാണ്. ഞങ്ങളിത് പറഞ്ഞ് ചെയ്യിച്ചതാണ് കേട്ടോ. ഇങ്ങനെ ഇവിടെ ഗ്ലാസ് വേണം എന്നൊക്കെ പറഞ്ഞ് ചെയ്യിച്ചെടുത്തതാണ്. നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ കിച്ചണ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ അടുത്തായിട്ട് ഇതേപോലെ നമ്മൾ
എന്താ പറയുക ഒരു സ്റ്റാൻഡ് ചെയ്യിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഫാബ്രിക്കേഷൻ വർക്കിൽ നമ്മൾ പറഞ്ഞ് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് ഉമ്മ കുറച്ച് ഹൈറ്റ് കുറവാണ്, അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ ഹൈറ്റിനനുസരിച്ച് എല്ലാം ചെയ്യിച്ചെടുത്താണ്. ഇതിൽ എല്ലാം ഡെയിലി യൂസിനുള്ള പാത്രങ്ങൾ മാത്രമാണ് വെച്ചിട്ടുള്ളത്. ഇതിനും ഗ്ലാസിൻ്റെ ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അടിയിൽ ഇതേപോലെ 4-5 ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അതിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യണ കുറച്ച് പാത്രങ്ങളും അതിൻ്റെ താഴെയായിട്ടാണ് സിങ്ക് വരുന്നത്. സിങ്കിൻ്റെ സൈഡിലായിട്ട് ഇതേപോലെ ഒരു എന്താ പറയുക കട്ട്ലറി സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ട്. ഇതിൽ സ്പൂണുകൾ ഒക്കെയാണ് വെക്കുന്നത്. ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഗാലക്സിയിൽ ബ്ലാക്ക് ഗ്രാനൈറ്റിലാണ് നമ്മൾ എന്താ പറയുക കൗണ്ടർ ടോപ്പ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൽ പ്യുർ ഫ്ലെയിമിൻ്റെ ഹോബാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. 3 ബർണറിൽ തന്നെ ഹോബാണ് വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ മൈജിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾക്ക് എന്താ പറയുക ഗ്യാസ് ഹോബ് വാങ്ങാൻ പോണ ഒരു വീഡിയോ ഒക്കെ ഫ്രിഡ്ജും ഒക്കെ വാങ്ങാൻ പോണ വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ അന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇത് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുക. ഇത് നമ്മുടെ ബാറ്ററിയുടെ ഹൂബാണ്. ഇലക്ട്രിക്കിൻ്റെ ഉണ്ടായിരുന്നു, ബാറ്ററിയുടെ ഉണ്ടായിരുന്നു. നമ്മൾ ബാറ്ററിയുടെ ആണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ താഴെയിട്ട് ഫുള്ള് ഇതേപോലെ ബോക്സ് ഉണ്ട്. എന്താ പറയുക 2 സ്റ്റാൻഡും കൊടുത്തിട്ടുണ്ട്. ഒന്ന് കട്ട്ലറി സ്റ്റാൻഡായിട്ടും ഒന്ന് എന്താ പറയുക നമ്മൾ പാത്രങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ഇതായിട്ടും കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ ഇതേപോലെ തട്ട് അടിച്ചു കൊടുത്തിട്ട് എല്ലാം നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്തെടുത്താണ്. അതിൻ്റെ നേരെ ഇപ്പുറത്തായിട്ടാണ് സിങ്കിൻ്റെ നേരെ അടുത്തായിട്ടാണ് നമ്മൾ അടുപ്പ് വരുന്നത്. ഇത് പട്ടാമ്പി ആലുവ അടുപ്പാണ് കേട്ടോ. ഇത് നല്ല അടുപ്പാണ് കേട്ടോ. നല്ല കത്താനൊക്കെ ഉഷാറായിട്ട് പുതിയ അടുപ്പാകുമ്പോൾ നമുക്ക് കത്താനൊക്കെ ചില അടുപ്പിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതൊന്നുമില്ലാത്ത നല്ല ഉഷാറായിട്ട് കത്തും. എന്താ പറയുക നമ്മൾ പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്, വേവിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഫുഡൊക്കെ ചോറൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. നല്ല അടിപൊളി അടുപ്പാണ്. നമ്മൾ മലപ്പുറം കിച്ചണിൽ മലപ്പുറം താത്താൻ്റെ അടുപ്പ് കണ്ടിട്ട് ഉമ്മാക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് അങ്ങനെ നമ്മൾ അവിടെ ചെയ്ത് കൊടുത്ത ആളെ പട്ടാമ്പിയിൽ നിന്ന് വിളിച്ച് വരുത്തി അങ്ങനെ ചെയ്യിച്ചെടുത്തതാണ് കേട്ടോ. അവരുടെ ഡേറ്റിനനുസരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അവിടുന്ന് ആളെ വന്നിട്ട് നമ്മൾ ചെയ്യിച്ചെടുത്തതാണ്. മലപ്പുറം താത്താൻ്റെ അടുക്കളയിൽ അവരുടെ നമ്പർ കൊടുത്തിരുന്നു, കോൺടാക്റ്റ് നമ്പർ. അങ്ങനെ കൊടുത്തിട്ട് അവരെ വിളിച്ചു വരുത്തി ചെയ്യിച്ചെടുത്തതാണ്. നല്ല അടിപൊളി അടുപ്പാണ് കേട്ടോ. അതേപോലെ അടുപ്പിൻ്റെ നേരെ അപ്പുറത്തേക്ക് ചെറിയ ഒരു എന്താ പറയുക തിണ്ടും ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. അവിടെ 2 പാത്രത്തിലായിട്ട് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതും നമുക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. നമ്മൾ അടുക്കളയിലൊക്കെ അടുപ്പത്തൊക്കെ എന്തെങ്കിലും പണിയെടുക്കുന്ന സമയത്ത് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനും നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചുമരിലായിട്ട് ഒരു ഷെൽഫും കൂടി ഉണ്ട്. ഇതിനും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസിൻ്റെ ട്രാൻസ്പെറൻ്റ് അല്ല, വർക്കുണ്ട്. ഞാൻ പറഞ്ഞല്ലോ പുറത്ത് നമ്മളെ ഡൈനിങ് ഏരിയയിൽ വെച്ചിട്ടുള്ള അതേ ഗ്ലാസ്സിൽ അതേ വർക്കിൽ വരുന്ന 2 ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഗ്ലാസ്സിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ മഞ്ഞളും മുളകും അങ്ങനെ നമുക്ക് ഡെയിലി വേണ്ട സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ കിച്ചണിൽ നിന്ന് നേരെ വരുന്നത് ഇതേപോലെ താഴേക്കുള്ള സ്റ്റെയറാണ്. ഇത് ആദ്യം നമ്മൾ ഹോളിലാണ് സ്റ്റെയർ ഉണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ ആദ്യം പിന്നെ പണിത സമയത്ത് ഹോളിലൊക്കെ മൂട്ടിയിട്ട് പുതിയ അടുക്കള എടുത്തപ്പോൾ അതിലൂടെയാണ് കൊടുക്കുക. അപ്പോൾ ഈ സ്റ്റെയർ ഇറങ്ങി വരുന്ന സ്ഥലത്ത് ഇതേപോലെ ചുമര് ഫുള്ള് ഗ്ലാസ്സാണ് ഇട്ടിട്ടുള്ളത്. 4 വരി പടുത്തിട്ട് ബാക്കി ഫുള്ള് ഗ്ലാസ്സാണ് ഇട്ടിട്ടുള്ളത്. ഇത് നമുക്ക് എന്താ പറയുക ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാണ് കേട്ടോ. രാവിലെയൊക്കെ എണീറ്റ് വരുമ്പോൾ ഇതിങ്ങനെ പുറത്തേക്കുള്ള ഈ കാഴ്ചയൊക്കെ കാണുമ്പോൾ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു ഫീല് കിട്ടും, നമുക്കൊരു എനർജി കിട്ടും. ഞാൻ പറഞ്ഞല്ലോ പകലൊന്നും നമുക്കിവിടെ ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല. നല്ല ലൈറ്റ് ഉണ്ടാവും ഈ ഒരു ഏരിയയിൽ അടുക്കളയിലേക്ക്. നമ്മൾ അടുക്കളയുടെ ഒരു ചുമരിൽ സ്ലൈഡിങ് ഡോറും വിൻഡോയും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഫുള്ള് ഗ്ലാസ്സുമാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ലൊരു എന്താ പറയുക നല്ലൊരു ഐഡിയ ആണ്. ഇനി ഇതേപോലെ കിച്ചണൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ഒരുപാട് നല്ല ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി കിട്ടും. നമുക്ക് കിച്ചണിൽ നിൽക്കുമ്പോൾ തന്നെ അടിപൊളിയായിട്ട് ഇരിക്കാൻ കഴിയും. അതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് താഴേക്ക് ഇറങ്ങി പോകാൻ ഒരു സ്റ്റെയറും കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ഗ്രില്ലും ഇട്ടിട്ടുണ്ട്. ഇതിങ്ങനെ നേരെ ഇറങ്ങി വരുമ്പോൾ സ്റ്റെയർ ഇറങ്ങി കഴിയുന്ന സ്ഥലത്ത് ഒരു ഡോറുണ്ട് കേട്ടോ. ഇത് നമ്മളെ പുറത്തേക്കുള്ള ഡോറാണ്. നമ്മുടെ താഴത്തെ വീട്ടിലെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറാണ്. ഇങ്ങനെ സ്റ്റെയർ ഇറങ്ങി കഴിയുന്ന അവിടെ തന്നെ ഒരു ഡോറുണ്ട്. ഇരുമ്പിൻ്റെ ഡോറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇത് ഇരുമ്പിൻ്റെ ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ പുറത്തേക്കാണ് പോകുന്നത്. ഇത് നമ്മളങ്ങനെ താഴെ ഏരിയയിൽ നമ്മളങ്ങനെ കൂടുതലായിട്ട് ഉപയോഗിക്കലില്ല. രാത്രി കിടക്കാനൊക്കെ അങ്ങനെ മാത്രമേ ഉപയോഗിക്കുള്ളൂ.
അപ്പോൾ ഇത് നമ്മൾ മുകളിൽ കണ്ടല്ലോ താഴേക്കൊരു സ്റ്റെയർ കൊടുത്തിട്ടുള്ള അതാണിത്. അങ്ങനെ 2 സ്റ്റെയർ, മൊത്തത്തിൽ 2 സ്റ്റെയർ ഉണ്ട് പുറത്തുനിന്ന്. ഒന്ന് മുറ്റത്തുനിന്ന്, മുകളിൽ നിന്ന് സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്തു നിന്നോ, പിന്നെ ഒന്ന് നമ്മൾ ഈ കിച്ചണിൽ നിന്ന് ഇറങ്ങി വരുമല്ലോ, സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സമയത്ത് അവിടെയും. അങ്ങനെ 2 സ്റ്റെയറാണ് പുറത്തേക്കുള്ളത്. അങ്ങനെ ഈ കോണി ഇറങ്ങി വരുന്നതിൻ്റെ കോണിയുടെ താഴെയായിട്ട് നമ്മൾ ഇൻവെർട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇൻവെർട്ട് കോണിയുടെ അടിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് 2 ഡോറുണ്ട്. ഇതൊന്ന് ബാത്റൂമും ഒന്ന് ടോയ്ലറ്റാണ് വരുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ ഇതിൽ ഫസ്റ്റത്തത് നമ്മുടെ ബാത്റൂമാണ്. നമ്മൾ കുളിമുറി എന്ന് പറയും. നമ്മൾ കുളിക്കാൻ വേണ്ടി മാത്രം, അതായത് ക്ലോസറ്റ് ഇല്ലാതെ കുളിക്കാൻ വേണ്ടി മാത്രം. അത് അത്യാവശ്യം നല്ല എന്താ പറയുക വലുതാക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുളിക്കാൻ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൽ നമ്മൾ ഹീറ്ററും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വാട്ടർ ഹീറ്ററും കൂടിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. കുളിക്കാൻ മാത്രമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. വേറെ ക്ലോസറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് നമുക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ നേരെ ഇപ്പുറത്തായിട്ട് ഒരു ടോയ്ലറ്റും ഉണ്ട്. ഇതും വൈറ്റിലും ഗ്രീനിലും പിന്നെ ടൈലാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു രസമുള്ള കോമ്പിനേഷനാണ് കേട്ടോ. മാറ്റായിട്ടുള്ള ടൈലാണ്. കറകളൊക്കെ പിടിച്ച പെട്ടെന്ന് പോവുകയും ചെയ്യും. ഇതിൽ ഇന്ത്യൻ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. സാധാ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. യൂറോപ്യൻ അല്ല, സാധാരണയുള്ള ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇത് മൊത്തത്തിൽ ഇപ്പോൾ ഈ കാണുന്ന ഏരിയ ഫുള്ള് നമ്മൾ രണ്ടാമത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ ആദ്യത്തെ ഹോൾ ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള ഏരിയകളൊക്കെ നമ്മൾ രണ്ടാമട്ടും ഇപ്പോൾ പുതിയതായിട്ട് പണിതെടുത്തിട്ടുള്ളതാണ്. ഇതാണ് പഴയ ഹോള്. ഇതിപ്പോൾ മൊത്തത്തിൽ കൂട്ടുമ്പോൾ ഹോള് ഭയങ്കര വലിപ്പമാണ് കേട്ടോ. നമ്മൾ പഴയ ഹോളും പുതിയ ഹോളും എല്ലാം കൂടി കൂടുമ്പോൾ ഇപ്പോൾ താഴെ ഒരുപാട് ഏരിയ നമുക്ക് സ്ഥലമുണ്ട്. ഒരുപാട് സ്ഥലമായിട്ട് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ ഹോളിൻ്റെ നേരെ വരുമ്പോൾ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. ഇത് സാധാരണ ഞാൻ ഉണ്ടാകുമ്പോൾ കാര്യമായിട്ട് ഞാനാണ് ഉപയോഗിക്കാറ്. താഴെ ഞാനാണ് ഉപയോഗിക്കാറ്. ഇവിടെ ഇതേപോലെ ഒരു കട്ടിലിട്ടിട്ടുണ്ട്. സച്ചുട്ടൻ ഉറങ്ങുകയാണ് കേട്ടോ. ഉച്ചയ്ക്ക് സച്ചുട്ടനെ ഉറക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവനങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനൊന്നും സമ്മതിക്കൂല. അപ്പോൾ അവനെ ഉറക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇവിടെ കാര്യമായിട്ട് അങ്ങനെയൊന്നും പണികളൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് എന്താ പറയുക, ഇൻറ്റീരിയർ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വാൾഡ്രോപ്പ് ഷെൽഫൊക്കെ അങ്ങനെ ഇട്ടിക്കുകയാണ്. അതിന് എന്താ പറയുക ഡോറൊന്നും വെച്ചിട്ടില്ല. അതൊക്കെ ഇനി ആക്കം പോലെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് 2 ബെഡ്റൂമാണ് മൊത്തത്തിൽ താഴെയുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ബെഡ്റൂം ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, ഞാൻ യൂസ് ചെയ്യണ ബെഡ്റൂമാണ്. രണ്ടാമത്തെ ബെഡ്റൂമൊക്കെ ഇങ്ങനെയാണ് എൻട്രൻസ് വരുന്നത്. ഇതിലും കാര്യമായിട്ടൊന്നും പണികളൊന്നും എടുത്തില്ല, അതായത് കട്ടിലും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. ഇതിനി മോനുവിനുള്ള ബെഡ്റൂമാണ്. അവന് ഭാവിയിൽ അവൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ള ബെഡ്റൂമാണ്. അപ്പോൾ അവൻ്റെ സമയമൊക്കെ വരുമ്പോൾ ഐഡിയകളൊക്കെ മാറുമല്ലോ, മോഡലുകളൊക്കെ മാറുമല്ലോ. അപ്പോൾ അന്നത്തെ ഇതിനനുസരിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ ഫ്രീ ആക്കിയിട്ടിരിക്കുകയാണ്. ഇതിലും ഒരു ക്ലോസറ്റ് ഉണ്ട്, ബാത്റൂമുണ്ട്. അത് യൂറോപ്യൻ ക്ലോസറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ പഴയ താഴത്തെ വീട്ടിലുണ്ടായിരുന്ന സ്റ്റോർ റൂമാണ്. അതിലെ തിട്ടുകളെല്ലാം തട്ടിയിട്ട് ഇത് മൊത്തത്തിൽ ഇങ്ങനെ പ്ലെയിൻ ആക്കി ഇട്ടിരിക്കുകയാണ്. ഇനി ഇത് ഈ ബെഡ്റൂമിലേക്കുള്ള ഡ്രസ്സിങ് റൂമായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ വഴിയെ ഇനി ആക്കും പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടേക്കാണ്. മൊത്തത്തിൽ താഴെയാണ് ഇപ്പോൾ കൂടുതൽ നമുക്ക് സ്ഥലം ഉള്ളത് കേട്ടോ. നമ്മൾ കാര്യമായിട്ട് ഇങ്ങോട്ട് ബാത്റൂമിൽ കുളിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ ഞാൻ രാത്രി കിടക്കാൻ, അങ്ങനെയൊക്കെ മാത്രമേ താഴെ ഉപയോഗിക്കലുള്ളൂ. കൂടുതലായിട്ടും നമ്മുടെ പെരുമാറ്റമൊക്കെ വരുന്നത് മുകളിലാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ പുതിയ വീടിൻ്റെ വിശേഷങ്ങൾ. നമ്മളെ വീടൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം കേട്ടോ. നമ്മൾ വീടിൻ്റെ വീഡിയോ കാണാൻ വേണ്ടി ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്നെക്കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.